നെല്ലുവില വിതരണം വൈകുന്നതിന് കാരണം കേന്ദ്ര സർക്കാരെന്ന മന്ത്രി ജി.ആർ. അനിൽ. നെല്ല് സംഭരിച്ച് അരിയാക്കി റേഷൻ കടകൾ വഴി ഗുണഭോക്താക്കൾ കൈപ്പറ്റിയ രേഖ കൈമാറിയാലേ കേന്ദ്രം പണം അനുവദിക്കുന്നുള്ളൂവെന്ന് മന്ത്രി. രണ്ടാം വിളയിലെ 402.7 കോടിയിൽ 78 കോടി വിതരണം ചെയ്തിട്ടുണ്ട്. ബാക്കി ഉടൻ നൽകും. ഈ വർഷത്തെ നെല്ലുവില വിതരണം വൈകാതെ SBI വഴി ആരംഭിക്കും. 9% പലിശ വേണമെന്ന നിബന്ധനയാണ് രണ്ടാം വിളയിലെ നെല്ലുവില വിതരണം വൈകാൻ കാരണമായത്. സംസ്ഥാന സർക്കാർ അനുവദിച്ച പ്രോത്സാഹന ബോണസിൽ നിന്നും ഈ ഏപ്രിൽ വരെ സംഭരിച്ച കാനറ ബാങ്കും ആദ്യം 1.5 മാസത്തിലധികം ഞങ്ങളെ വട്ടം ചുറ്റിക്കുന്ന നിലപാടായിരുന്നു. കേരളത്തിലെ ധനകാര്യമന്ത്രി, വൈദ്യുതി മന്ത്രി, ഞാനും കൃഷിമന്ത്രിയും സഹകരണ മന്ത്രിയും ക്യാബിനറ്റിൻ്റെ സബ് കമ്മിറ്റി തന്നെ കാനറ ബാങ്കിൻ്റെ പ്രതിനിധികളുമായി ചർച്ച നടത്തി. ആ ചർച്ചയിൽ അവർ അംഗീകരിക്കാൻ തയ്യാറായില്ലെങ്കിലും വീണ്ടും 2 ആഴ്ച കഴിഞ്ഞ് അവർ അംഗീകരിച്ചതാണ് 9%. എന്നാൽ ആ നിരക്കിൽ ഇപ്പോൾ മാർച്ച് 31 കാലാവധി കഴിഞ്ഞ കാനറ ബാങ്ക് ചർച്ച അംഗീകരിച്ച് അതിന് തയ്യാറായത് ജൂൺ മാസം ആദ്യത്തോടു കൂടിയാണ്. അപ്പോൾ 2 മാസത്തിലധികം കർഷകരെ നമുക്ക് PRS കൊടുത്ത് സംഭരിച്ച നെല്ലിൻ്റെ പണം കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിച്ചു. മെനഞ്ഞാന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രാവിലെ ഞങ്ങളോട് പറഞ്ഞത്, ഞാനടക്കം സംസാരിച്ചതാണ്, ചർച്ചയിൽ പങ്കെടുത്താണ്, 9.5% വച്ച് എഗ്രിമെൻറ്റ്, താൽക്കാലിക എഗ്രിമെൻ്റ് ഉണ്ടാക്കണം. 30-ാം തീയതി ബോർഡ് കഴിഞ്ഞാൽ 9 എന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ചിട്ട് പരിഹരിക്കാൻ പോകും എന്ന് പറഞ്ഞാൽ സത്യത്തിൽ മുൾമുനയിൽ നിർത്തുന്ന നിലപാട് തന്നെയാണ് SBIയും സ്വീകരിച്ചത്. ഇന്നലെയാണ് അവരറിയിച്ചത് ഇന്ന് എഗ്രിമെൻറ്റ് വയ്ക്കാമെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ എഗ്രിമെൻറ്റിൻ്റെ കരട് സപ്ലൈകോ MDയുമായി സംസാരിച്ചു, ചർച്ച നടത്തി. വൈകുന്നേരം 3 മണിയോടുകൂടി എഗ്രിമെന്റ് വയ്ക്കും. നെല്ലിന്റെ തുക വിതരണം വൈകാതെ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ വർഷത്തെ നെല്ല് സംഭരണത്തിൽ 402.7 കോടിയിൽ 78 കോടി വിതരണം ചെയ്തിട്ടുണ്ട്. ബാക്കി തുകയാണ് കൊടുത്തു തീർക്കാനുള്ളത്. 2017 മുതൽ 1108 കോടിയാണ് കേന്ദ്രം തരാനുള്ളതെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് വാർത്താസമ്മേളനത്തിലായിരുന്നു മന്ത്രിയുടെ വിശദീകരണം. UTV ന്യൂസ്, പാലക്കാട്.